ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് ഡിസംബർ 31 എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ന്യൂ ഇയർ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ച് പൊളിക്കാറുണ്ട്. നമ്മൾ പാലക്കാട് പോവാണ്, അതായത് എക്സിബിഷൻ കാണാൻ പോവാണ്. പിന്നെ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ സുമചേച്ചി വർക്ക് കഴിഞ്ഞ് ഡയറക്റ്റ് അങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ബസ്സിൽ സുമചേച്ചി ജോയിൻ ആയി. അങ്ങനെ വൈദേശിനെ പുതുശ്ശേരിയിൽ നിന്ന് പെറുക്കിയെടുത്തു ഗൈസ്. അതിനുശേഷം ഞങ്ങൾ ബസ്സിൽ കയറി ഫുൾ ഓഫ് വൈബ് കാര്യങ്ങൾ, കാരണം നമ്മൾ സ്ഥിരം പോകുന്ന ബസ്സായിരുന്നു. അപ്പോൾ നല്ല കോമഡി പാട്ട്, അപ്പോൾ നൈറ്റ് വൈബ്, അതൊരു 6 മണി 6:30 ആവാറായി. അപ്പോൾ അതിൻ്റെ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് ഞങ്ങൾ എക്സിബിഷനിൽ പോയിട്ട് തോണിയിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, റീൽസ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് മെയിൻ മോട്ടീവ്. പിന്നെ ചന്ദനഗർ കൽമണ്ടത്തൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ എത്തുമ്പോഴേക്കും അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിക്കഴിഞ്ഞു ഗൈസ്. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാൻ പറ്റിയില്ല. നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടേക്ക് നടന്നാണ് വന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, ഫോട്ടോസ് എടുക്കണം, അതെടുക്കണം, ഇതെടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാണ്. പക്ഷേ ഞങ്ങൾ ഒന്നും തന്നെ ചെയ്തില്ല. കാരണം ന്യൂ ഇയർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു വെച്ചാൽ ഉള്ളിൽ പോയതും തന്നെ ശരിക്കും ഞങ്ങൾ എക്സിബിഷനിൽ ഇങ്ങനെ തിരക്കുള്ള ദിവസങ്ങളധികം വരാറില്ല, ഫ്രഷ് ഇങ്ങനെ വരണം എന്നുള്ളൊരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്നു. പിന്നെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് എല്ലാവരും ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ രമ്യ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഓടി വന്നു ഗൈസ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കണം. എന്നിട്ട് അവരവരുടെ ടിക്കറ്റ് അവരവരുടെ കയ്യിൽ കൊടുത്തു ഗൈസ്. പിന്നെ ഇതാണ് എൻട്രൻസ്. അപ്പോൾ നമ്മൾ എൻട്രൻസ് വഴി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കയറിയതും അവിടെയുള്ള വ്യൂസ് ഇതാണ്. അതായത് നല്ല രസമുണ്ടാകുമായിരുന്നു. അവിടുത്തെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ബട്ടർഫ്ലൈ, അതുപോലെ ഇൻസെക്ട്സ്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് തൊടാനൊന്നും പാടില്ല പറഞ്ഞു. പക്ഷെ നമുക്കത് തൊട്ട് നോക്കണമല്ലോ. അപ്പം നമ്മൾ അത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ജസ്റ്റ് നോക്കി. പിന്നെ അതിൽ പോയത് നമ്മൾ കാണാൻ വന്ന മെയിൻ സാധനം, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം കാണാൻ വന്ന വയസ്സ്. അങ്ങനെ നമ്മൾ അതേ അടിപൊളിയായിരുന്നു, സത്യത്തിൽ നല്ല വൈബായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തത്ര പോകാൻ അടുത്ത് പോയി, പക്ഷെ നമുക്ക് അത്ര ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ കാണുന്ന ക്രൗഡ് കണ്ടില്ലേ, അത്രയും തിരക്കുണ്ടായിരുന്നു ഗൈസ് അവിടെ. ശരിക്കും പറഞ്ഞാൽ അതായത് നമ്മൾ എല്ലാ വർഷവും എക്സിബിഷൻ അവിടെ പോകാറുണ്ട്, പക്ഷെ നമ്മൾ ഇത്രയും തിരക്കിൽ പെടാറില്ല. പക്ഷെ ഇപ്രാവശ്യം അത്രമേൽ തിരക്ക്, കുട്ടികൾ, ഫാമിലീസ്, റിലേറ്റീവ്സ്, അങ്ങനെ ഒരുപാട് ആളുകളാണ് ശരിക്കും വന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മളൊരു ഫർണിച്ചർ ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ രമ്യ എനിക്ക് ഈ ടേബിൾ വേണം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി ആയിക്കോട്ടെ, നീ നോക്കി വെച്ചാൽ അതിനൊന്നും കുഴപ്പമില്ല പറഞ്ഞു. പിന്നെ കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു, അതായത് കോസ്മെറ്റിക്സിൻ്റെ ആണെങ്കിലും ഫുഡിൻ്റെ ആണെങ്കിലും അടിപൊളി സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. അച്ചാറൊക്കെ കണ്ടപ്പോൾ രമ്യയുടെ വായിക്കൂടെ വെള്ളം വന്നു. കുറച്ച് അടുത്തൊക്കെ കഴിച്ചോളൂ. പിന്നെ നമ്മുടെ നൊസ്റ്റുവിനെ കൊതിപ്പിക്കണ പോലെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു വെച്ചാൽ നമുക്കതൊന്നും നോക്കാനുള്ള ടൈമേ ഉണ്ടായിരുന്നില്ല. ചേച്ചി ഇതെല്ലാം നമ്മുടെ മോട്ടീവ്, ചേച്ചി നമുക്ക് വെളിയിൽ പോകണം, കുറേ കാര്യങ്ങൾ ചെയ്യണം പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഫുഡൊന്നും കഴിക്കണ്ട, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം കഴിക്കാം. ചിലപ്പോൾ ഫുഡ് കഴിച്ചാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ ഞാൻ ജസ്റ്റ് അത് കണ്ടതും തന്നെ ഞാൻ വീഴാൻ പോയിന്ന് പറയാം. അപ്പോൾ എല്ലാ വർഷവും ഈ യന്ത്രൂഞ്ഞാലും അതുപോലെ ഈ തോണി ഓരോ സൈഡ്സാണ് വെക്കുക. അപ്പോൾ ഈ സൈഡ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഹൊറർ ഹൗസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അതിലൊന്നും കയറേണ്ട ആവശ്യമില്ല. നമ്മൾ വന്ന മെയിൻ മോട്ടീവ് ഇതാ കിടക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അമ്മമാരെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. അപ്പോൾ അവിടെ എത്തിയതും അത് കറങ്ങണം കണ്ടപ്പോൾ തന്നെ മനുഷ്യനങ്ങളുടെ അടിവയറ്റിലൊക്കെ എന്തൊക്കെയോ വന്നു. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു വേണ്ട, അത് ഇത്ര ഹൈറ്റൊക്കെ പോകണ്ടല്ലോ, നിങ്ങളൊന്നും പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവസാനം ടിക്കറ്റൊക്കെ എടുത്തിട്ട് വലിയ കാര്യത്തിൽ അടുത്ത് പോയി നിന്നപ്പോൾ പേടിയായി. പക്ഷേ ഞങ്ങൾ കുറച്ചും കൂടി ആക്ച്വലി മുകളിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വൈബ് കിട്ടിയിട്ടുണ്ടാവും. ഇവർക്ക് പേടിയായതുകൊണ്ട് കുറച്ച് താഴെ ഇരുന്നു. പക്ഷെ എന്നാലും നമ്മൾ വിചാരിച്ച അത്ര വന്നില്ല. പക്ഷെ നല്ല വൈബ് ഉണ്ടായിരുന്നു, സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിന് ശേഷമാണ് ഫുഡ് കഴിച്ചത്. നമ്മൾ കോളിഫ്ലവർ ചില്ലി, അതുപോലെ ബജ്ജി, പിന്നെ എന്താ സാധനം, പാനിപൂരി, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഗൈസ്. പിന്നെ നമ്മൾ അടുത്തത് ചെയ്തത് ഫുഡ് വാങ്ങാൻ പോകണം വിചാരിച്ചു. അതുവഴിക്കും ഞങ്ങളെ വിട്ടിട്ടത് ഞങ്ങൾ 2 പെൺകുട്ടികളെ വിട്ടിട്ട് ഇവർ പോയി ഗൈസ്. അപ്പോൾ മേഘേഷ് ഞങ്ങളുടെ കയ്യിൽ വന്നിട്ട് ഇതെഴുതുകയാണ്, ഓട്ടോഗ്രാഫ് എഴുതുകയാണ്. പിന്നെ ഞങ്ങൾ 2 പേരെയും വിട്ടിട്ട് ഇവരൊക്കെ എവിടേക്കോ പോയി. പിന്നെ ഞങ്ങൾ അവസാനം NMR ഹൗസിലെത്തി. അവിടെ പോയിട്ട് ഞങ്ങൾ ബിരിയാണി, അതുപോലെ പൊറോട്ട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അത്യാവശ്യം അവിടെ വിചാരിച്ചത്ര തിരക്കില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ബസ് 9 മണിക്കായിരുന്നു. അപ്പോൾ 9 മണി വരെ സ്റ്റാൻഡിൽ പോസ്റ്റ്. അങ്ങനെ 9 മണി ആവുന്ന സമയത്ത് ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ബസ്സിൽ കയറി ഇരുന്ന് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർക്കുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാവരും അവരവരുടെ സീറ്റിലിരുന്നു ഗൈസ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞും ഡ്രൈവർ ചേട്ടൻ വന്ന് വണ്ടി സ്റ്റാർട്ടാക്കി.
നൈറ്റ് ശരിക്കും അടിപൊളിയാണ് ബസ്സിൽ. അതും ഈ ഫ്രണ്ടിൽ സീറ്റിലൊക്കെ ഇരുന്ന് പോണ സമയത്ത് ആ വ്യൂസും അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ട്രാവലിങ്ങിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വ്യൂസ് എല്ലാം കാണാൻ പറ്റും, എല്ലാം ഓക്കെയാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പൊക്കെ എത്തിയിട്ട് പ്രശാന്താട്ടൻ ഞങ്ങൾക്ക് ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഓട്ടോയിൽ പോകുന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് ഏട്ടൻ്റെ കടയ്ക്ക് പോയി. അപ്പോൾ ഏട്ടൻ അവിടെ ഫുൾ ഓഫ് ബിസി ആയിരുന്നു, കാരണം എല്ലാ തുണികളും ഇതൊക്കെ വലിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ വീഡിയോ ഒക്കെ ഒരു പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതായത് ക്ലോസിങ് ടൈം ആയല്ലോ, അപ്പോൾ എല്ലാം ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഏട്ടൻ എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. നമ്മൾ വേറെ വൈബാണ്. ഏട്ടൻ അടിപൊളിയാണ് ശരിക്കും പറഞ്ഞു വെച്ചാൽ, ഭയങ്കര ഒരു മോട്ടിവേറ്ററാണ്. അപ്പം നമ്മുടെ ഒരു മെയിൻ ആളാണെന്ന് തന്നെ സത്യത്തിൽ പറയാം. അങ്ങനെ ഏട്ടൻ ഓട്ടോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഓട്ടോയിലെത്തി. അങ്ങനെ വീടെത്തി ഗൈസ്. വീടെത്തിയതും എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു, കാരണം ഒരു 9:30 കഴിഞ്ഞു. പിന്നെ പോയി ഫുഡ് കഴിക്കണം. അപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ പൊറോട്ട, അതുപോലെ തന്നെ നെയ്ച്ചോറ്, ചിക്കൻ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അച്ഛൻ മലയ്ക്ക് പോയതുകൊണ്ട് ഞങ്ങൾ ചിക്കനൊന്നും കഴിച്ചില്ല. ഞങ്ങൾ പൊറോട്ടയും നെയ്ച്ചോറും മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഫ്രണ്ടിൽ വന്നിട്ടു. അപ്പോൾ ഫ്രണ്ടിൽ വന്നിരുന്ന് വൈബ് ചെയ്യണമല്ലോ. അപ്പോൾ ഫുഡ് കഴിച്ച് ഒന്ന് ഇളകി വരണ്ടേ. അപ്പോൾ ശരി, ഫുഡ് കഴിച്ചൊന്നും കളിക്കേണ്ടതുകൊണ്ട് കുറച്ച് നേരം പാട്ടൊക്കെ വെച്ച് പാടി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ തുടങ്ങി ഗൈസ്. അത് നമ്മുടെ ഒരു ശീലമാണല്ലോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഒരാൾ അങ്ങോട്ട് കുത്തണോ, ഒരാൾ ഇങ്ങോട്ട് കുത്തണോ, ചാക്കേർ കുത്താണോ, പൊറോട്ടം കളിയണോ എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ പാട്ട് വെച്ചതും 4 ആളും 4 വഴിക്ക് 4 സ്റ്റെപ്പ് എന്നുള്ളൊരവസ്ഥയും. അങ്ങനെ കുറേ നേരം കളിച്ച് കയ്യും കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി. അപ്പോൾ ശരി, ഇരുന്ന് കുറച്ച് നേരം പാട്ട് പാടാം, അതും റീൽസ് എടുക്കണം തൊട്ട് അവരെ കൊണ്ട് ഞങ്ങൾ അത് ചെയ്യിപ്പിക്കും. അപ്പോൾ ഒരുപാട് നേരം കളിച്ചാൽ ശരിയായിരുന്നു. നാളെ രാവിലെ എണിച്ച് പണിക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പിന്നെ അതിന് ശേഷം എല്ലാവരും കൂടി കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അമ്മമ്മനെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുട്ടത്ത് കളിക്കും. ഇവർക്ക് ലൈറ്റ് കണ്ട ഒരു മാതിരി എന്താ പറയുക, എന്തോ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇരുട്ടത്ത് കളിക്കണം. അങ്ങനെ ഞങ്ങൾ റോട്ടിൽ വന്നിട്ട് കേക്ക് കട്ട് ചെയ്യണ കേക്ക് വാങ്ങാൻ പറഞ്ഞപ്പോൾ ബോക്സ് ടൈപ്പ് ആയി കേക്ക്. അപ്പോൾ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കഴിച്ച് പിന്നെ അമ്മമാരുടെ വക കുറച്ച് ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഇങ്ങനെയുള്ള ഒരു ദിവസങ്ങളിൽ സന്തോഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ അടിപൊളി ന്യൂ ഇയർ ആയിരുന്നു സത്യത്തിൽ പറയണമെങ്കിൽ. അങ്ങനെ ബാക്കിയുള്ളവരും കൂടി ഒന്ന് ജോയിനായി. ഇതാണ് ഞങ്ങൾ കേക്ക് വാങ്ങിച്ചത്. പിന്നെ അങ്ങനെ വൈറ്റ് കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്കൊക്കെ എടുത്തിട്ട് അടിപൊളിയാണ് ജസ്റ്റ് ഇങ്ങോട്ട് വന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് വന്നു കഴിച്ച് എല്ലാവരും അവരവരുടെ വീട്ടിലോട്ട് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.